മലയോര ജനതയ്ക്ക് ഇടുക്കിക്ക് സന്തോഷ നിമിഷം. ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണത്തിന് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ അനുമതി കിട്ടിയിരിക്കുകയാണ്. 2024 ജനുവരിയിലെ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി ഇപ്പോൾ ഇളവ് നൽകിയിരിക്കുന്നു. അഖിൽ TS നമ്മളോടൊപ്പം ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. നോക്കാം, അഖിലിലേക്ക് എത്താം. ഏതായാലും പട്ടയ വിതരണത്തിന് 2 വർഷമായി നിലവിലുള്ള വിലക്ക് ഡിവിഷൻ ബെഞ്ച് നീക്കിയിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിലക്ക് ഇങ്ങനെയായിരുന്നു. അതായത് 1964 ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം നൽകാനാണ് ഹൈക്കോടതിയുടെ അനുമതി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പട്ടയ വിതരണം പുനരാരംഭിക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളിലേക്കും സർക്കാർ ദ്രുതഗതിയിൽ കടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ അക്കാര്യം നേരത്തെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന പട്ടയ വിതരണത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, നിയമപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാർ പട്ടയ വിതരണത്തിലേക്ക് വളരെ വേഗത്തിൽ കടക്കാൻ പോകുന്നു എന്നതാണ്. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഇടുക്കി ജില്ലയിൽ സമഗ്രമായ മാറ്റങ്ങൾ കണ്ട കാലമാണ്. അതിപ്പോൾ ഈ ഭൂപതിവ് ചട്ട ഭേദഗതി നമുക്കറിയാം, ഈ വനവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതികൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അവിടുത്തെ മലയോര ജനതയ്ക്ക് ഏറ്റവും അനുകൂലമായി രൂപപ്പെടുത്തിയെടുത്തിയ ഒരു സർക്കാർ വലിയ നിയമ പോരാട്ടം ഹൈക്കോടതിയിൽ നടത്തിയിരുന്നു ഈ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്. ആ പ്രശ്നവും പരിഹരിച്ചിരിക്കുന്നു. അപ്പോൾ അത് മലയോര ജനതയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. അഖിലുണ്ട് എന്നോടൊപ്പം ഇടുക്കിയിൽ നിന്ന്. അഖിൽ, ഗുഡ് മോർണിംഗ്. ഏതായാലും മലയോര ജനതയ്ക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പട്ടയ വിതരണത്തിന് ഹൈക്കോടതി ഉണ്ടായിരുന്ന വിലക്ക് അത് മാറ്റിയിരിക്കുന്നു. വലിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് സംസ്ഥാന സർക്കാരിന് ആ ഒരു സാധ്യതയിലേക്ക് എത്താൻ കഴിഞ്ഞത്. മനു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും 1964 ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിന് പട്ടയ വിതരണം പുനരാരംഭിക്കാമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നാളിതുവരെയായി ഒന്നാം പിണറായി സർക്കാർ മുതൽ ഇന്ന് ഈ കാലയളവ് വരെയുള്ള സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിലായി 45,000-ലധികം പട്ടയങ്ങൾ നിലവിൽ ഇടുക്കി ജില്ലയിൽ വിതരണം ചെയ്തു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇടുക്കി ജില്ലയിലെത്തിയപ്പോൾ എല്ലാ വേദികളിലും അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാധാരണക്കാരായ ജനങ്ങളെ ഈ സർക്കാർ കാണുന്നില്ല, അവരുടെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള നുണപ്രചരണങ്ങൾ VD സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ആ നുണപ്രചരണങ്ങളെ കൂടി കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരമായിട്ടായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചത്. ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ 45,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു എന്നുള്ള സത്യം മറ്റുള്ള മാധ്യമങ്ങൾക്കടക്കം റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ആ നുണകൾ കൂടി പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വളരെ വലിയ ഇടുക്കി ജില്ലയിലെ ദേവികുളം, പീരുമേട്, അടിമാലി തുടങ്ങിയ താലൂക്കുകളിലെ 5,000-ലധികം വരുന്ന ആളുകൾക്ക് പ്രയോജനകരമാകുന്ന വിധിയാണ് നിലവിൽ കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. 1964 ഭേദഗതി പ്രകാരം 1971 വരെ കൈവശമോ കുടികിടപ്പോ ഉള്ളവർക്ക് പട്ടയം വിതരണം ചെയ്യാം എന്നാണ് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക എന്ന് പറയുന്നത് 5,000-ൽ പരം കുടുംബങ്ങൾക്കാണ്. ആ പ്രയോജനം ലഭിക്കുന്നതിൻ്റെ ഭാഗമായി ദ്രുതഗതിയിൽ തന്നെ പട്ടയം ലഭിക്കാനുള്ള ആളുകളെ കണ്ടെത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. 3 താലൂക്കുകളിലായി അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനായി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അത്തരത്തിൽ വളരെ ദ്രുതഗതിയിലാണ് ആളുകൾക്ക് പട്ടയം വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2010 വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്നൊരു പരിസ്ഥിതി സംഘടന ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെ ഫലമായിട്ടായിരുന്നു സുഗമമായി നടന്നു വന്നിരുന്ന പട്ടയ വിതരണത്തിന് സ്റ്റേ ഉണ്ടായത്. ആ സ്റ്റേയെ തുടർന്ന് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ മുഖേന സർക്കാർ നിയമ പോരാട്ടം നടത്തുകയുണ്ടായി. അങ്ങനെ വർഷങ്ങളായി തുടർന്നു വന്ന നിയമ പോരാട്ടമാണ് ഇന്നലെയോടുകൂടി 2 വർഷമായി തുടർന്നു വന്നിരുന്ന വിലക്കിന് അവസാനമായിരിക്കുന്നത്. ആ വിലക്കിൻ്റെ അവസാനമായതിൻ്റെ പശ്ചാത്തലത്തിൽ മലയോര ജനതയിലെ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഇനി സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയുള്ളവരായി മാറും. അത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നിലവിൽ സർക്കാർ ഇടുക്കി ജില്ലയിൽ മുമ്പോട്ട് പോകുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു, എല്ലാ പ്രശ്നങ്ങളും ഈ സർക്കാർ കാലാവധി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പരമാവധി ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാരായ ജനങ്ങളെയും പൂരഹിതരായ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് എത്ര വലിയ നിയമ പോരാട്ടം, കോടതി വിധികളെ മാനിക്കണം, കോടതിയെ മാനിക്കണം, നിയമ സംവിധാനത്തെ മാനിക്കണം, ഇതിനെല്ലാം മാനിച്ചുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതിനു വേണ്ടിയിട്ട് എത്ര നിയമ പോരാട്ടം നടത്തിയിട്ടാണെങ്കിലും ഈ നാട്ടിലെ ജനതയ്ക്കൊപ്പം ഈ സർക്കാർ ഉണ്ടാവും. ഈ മലയോര ജനതയുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിയമപ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം വന്യജീവി സംരക്ഷണ നിയമം, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യരെ നമുക്കറിയാം. കാരണം വന്യമൃഗങ്ങളുടെ ശല്യം പരിഹരിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് 1972 വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക എന്ന് തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആ നിയമത്തിൽ ഭേദഗതി നമ്മൾ വരുത്തിയിരിക്കുകയാണ്. അത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട്
ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സമഗ്രമായി ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പട്ടയത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഭൂപതിവ് ചട്ടം ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു. അതും സംസ്ഥാന സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ സാധ്യമായത് എല്ലാം ചെയ്യുന്ന ഒരു സർക്കാർ സംവിധാനത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.